ഇതൊരു പ്രീമിയം ക്ലയന്റിന്റെ കയ്യിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുമ്പം അതിന് വിലയുണ്ടാവും. തീർച്ചയായിട്ടും. നമ്മുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, അത് പൊസിഷനിങ് ആണ്. ഞാൻ സുവനീർ ആദ്യം കൊടുക്കാൻ തുടങ്ങിയത് മാരിയറ്റിലാണ്. മാരിയറ്റിൽ നിന്ന് നേരെ എനിക്ക് താജ് കണക്ട് ചെയ്ത് കിട്ടി, പിന്നെ ലീല റാവിസ് കണക്ട് ചെയ്ത് കിട്ടി, ഗ്രാൻഡ് ഹയാത്ത് കണക്ട് ചെയ്ത് കിട്ടി. കേരളത്തിലുള്ള പ്രീമിയം ടോപ്പ് ബ്രാൻഡുകളെല്ലാം ഞാൻ 10 ക്ലയൻസ് വരുന്ന ഒരു ക്ലയന്റിനെ കണ്ടുപിടിച്ചു. അതായത് ഒരു റിസോർട്ടിൽ അവിടെ വരുന്നത് നൂറുകണക്കിന് ക്ലയൻസ് ഉണ്ട്, അവരെ എൻ്റെ ക്ലയന്റ് ആക്കാൻ പറ്റത്തില്ല. പകരം ഞാൻ ആ റിസോർട്ടിനെ ക്ലയന്റ് ആക്കി. 10 ദിവസം കൊണ്ട് 35,000 രൂപ കിട്ടും. ഡ്യൂട്ടിയിലാണെങ്കിൽ നമ്മൾ 30 ദിവസം നിന്നാൽ 30,000 രൂപ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു 20 ദിവസം കൂടെ കിട്ടും. അവിടെ വേറെ പണം വരച്ച് വേറെ കാശുണ്ടാക്കാം. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ നൈസായിട്ട് ഡ്യൂട്ടി അങ്ങ് വേണ്ടെന്ന് വെച്ചു, ജോലി വേണ്ടെന്ന് വെച്ചു. കലയും ബിസിനസ്സും ഒത്തുചേർന്ന് പോകുമോ? നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കലാകാരന്മാർ ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് വിജയിക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. കാരണം അവർ കലയോടുള്ള ആ അനന്തമായ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഒരു ബിസിനസ് മൈൻഡ് അവർക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന ആ കലയ്ക്കൊരു മൂല്യം കിട്ടില്ല എന്നൊക്കെ പറയും. കാലം മാറി, ഇന്നിപ്പോൾ കല ബിസിനസ്സാണ്. നമ്മൾ ചൈനയിൽ എത്രയോ സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് അതൊരു കലയാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയില്ല. കടകളിൽ നമ്മൾ വാങ്ങുമ്പോൾ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ വയ്ക്കുകയും ചെയ്യും. ഇന്ന് ഒരു കലാകാരൻ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെ യുണീക്കാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കാണുക. എൻ്റെ ഒരു നല്ല സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. ഒരു പത്രിക ഇൻഡസ്ട്രിയിലാണ്. അതെന്താണെന്നുള്ള ഇൻ്റർവ്യൂ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു ചെറുപ്പക്കാരൻ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ കല അതൊരു ബിസിനസ് മോഡലാക്കി കൺവേർട്ട് ചെയ്തു. അദ്ദേഹം ചിലപ്പോൾ അത് ബിസിനസ്സാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ അതൊരു ബിസിനസ് മോഡലാക്കി എന്നല്ല, നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമായി അത് വളർന്നു കഴിഞ്ഞു. എന്നോടൊപ്പം കഥ പറയാനിരിക്കുന്ന സുഹൃത്തു കൂടിയായ ശ്രീ സനു മോഹനാണ്. സനു, സ്വാഗതം സ്പാർക്കിലേക്ക്. നമ്മൾ പരിചയപ്പെടുന്നത് ഈഗിൾ എന്ന എൻ്റെ പ്ലാറ്റ്ഫോമിലാണെങ്കിലും താങ്കളുടെ സേവനം എനിക്ക് പലർക്കും എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. സനുവിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ നാട് കട്ടപ്പനയാണ്, ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ്. പഠിച്ചതൊക്കെ എവിടെ? ഞാൻ തൊടുപുഴ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഡിപ്ലോമ കോഴ്സാണ് ചെയ്തത്. താങ്കളുടെ പാരൻസ് ആരെങ്കിലും ബിസിനസ്സിലോ എന്തെങ്കിലും ആണോ? ഇല്ല, അച്ഛൻ എക്സ് മിലിറ്ററി ആണ്, അമ്മ വീട്ടമ്മയാണ്, ഹൗസ് വൈഫാണ്. അപ്പോൾ അദ്ദേഹം മിലിറ്ററി തന്നെയാണ് ഇപ്പോൾ? അല്ല, ആള് എക്സ് മിലിറ്ററി ആണ്. കൃഷി എന്താണ്? ഒരുപാട് വർഷമായിട്ട് തിരിച്ചു പോന്നിട്ട് ഒരുപാട് വർഷമായി. പിന്നെ കൃഷിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. കുറച്ച് സ്ഥലവും ഏലവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. താങ്കൾ പഠനം കഴിഞ്ഞ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തോട്ടാണോ വന്നത്? ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് സിവിൽ സർവീസ് ആയിരുന്നു എൻ്റെ ഒരു പ്രൈം ലക്ഷ്യം, അതായിരുന്നു. പക്ഷേ കോഴ്സിൽ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റിയില്ല. പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡ് തിരഞ്ഞെടുത്തു. പിന്നെ ഇലക്ട്രിക്കൽ പഠിച്ചു, കിട്ടിയത് പഠിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇലക്ട്രിക്കൽ പഠിച്ചു. പിന്നെ ജോലി മേടിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോയി. ഞാൻ KCBയിലൊരു താൽക്കാലിക ജോലി മേടിച്ചു. KCBയിലാണ്? അതെ. അപ്പോൾ താൽക്കാലികമാണെങ്കിലും അതൊരു സർക്കാർ ജോലിയാണ്. അഭിമാനത്തോടു കൂടി നാട്ടിൽ തലയുയർത്തി നടക്കാം. അതെ. അപ്പോൾ അതൊരു ടെമ്പററി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് പോകുമോ, അതോ ഒരു ദീർഘകാലത്തേക്കാണോ? ഒന്നും അങ്ങനെ പോകില്ല. കാരണം എൻ്റെ കൂടെ അന്ന് ജോലിക്ക് കയറിയ ആൾക്കാർ ഇപ്പോൾ 12 വർഷമായിട്ടും ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടുന്ന ഒരു ജോലിയാണ്. അതെ, സ്ഥിരമായിട്ട് തന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി. കാരണം അവർക്ക് ആളെ വേണമല്ലോ. അവർ സ്ഥിരം എന്നുള്ളൊരു കോൺസെപ്റ്റ് വിട്ടു KCB അല്ലേ? അതെ, ഒരു പരിധി വരെ. അപ്പോൾ അവിടെ വെച്ചൊക്കെയാണ് താങ്കളുടെ ഒരു പാഷൻ ഉള്ളിലുണ്ട്, അതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരുന്നത്. എന്തായിരുന്നു അത്? ഞാൻ കുഞ്ഞിലെ തൊട്ടേ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. അപ്പം അത് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ആ ടൈമിലും പഠിക്കുന്ന സമയത്തും ജോലി ചെയ്യുന്ന സമയത്തും ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് സമയം എനിക്ക് കിട്ടുമായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്ത്. അപ്പോൾ എത്രാം ക്ലാസ് തൊട്ട് ഈ കലയിലോട്ട്, ആരാണ് അതിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഈ കലയിലോട്ട്? പണ്ട് തൊട്ടേ സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസും അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലെല്ലാം സ്ട്രോങ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് ആർട്ടിനോട് എനിക്ക് അന്ന് തന്നെ താല്പര്യമുണ്ട്. പിന്നെ ഒരു ഇടക്കാലത്തൊരു 7th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴാണ് ഒരു സാൻഡ് ആർട്ട് ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നത്. സാൻഡ് ആർട്ട് എന്താണ് ഈ സംഭവം? മണൽ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കലയാണ് മണൽക്കല എന്ന് പറയുന്നത്, സാൻഡ് ആർട്ട് എന്ന് പറയുന്നത്. അതിൽ
ഒരു 4 വേരിയന്റ് ഉണ്ട് ശരിക്കും സാൻഡ് ആർട്ടിൽ. ആൾക്കാർക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാൻഡ് ആർട്ട് എന്ന് പറഞ്ഞാൽ സാൻഡ് ആനിമേഷൻ ആണ്. ഗ്ലാസിന്റെ പുറത്ത് മണലിട്ടിട്ട് ഒരു സ്റ്റോറി പറയുന്നതാണ് സാൻഡ് ആനിമേഷൻ. പിന്നെ കണ്ടിട്ടുള്ളത് കടൽ തീരത്തൊക്കെ ശില്പം ചെയ്ത് വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ടാവും മണൽ കൊണ്ട്, അത് സാൻഡ് സ്കൾപ്ചർ എന്ന് പറയും. പിന്നെ ഈ രാജസ്ഥാൻ ബേസിലൊക്കെ ഉള്ള ആൾക്കാർ കുപ്പിക്കകത്ത് മണലിട്ടിട്ട് ചെയ്യുന്നുണ്ട്, പേരൊക്കെ എഴുതി തരുന്നത്. അത് സാൻഡ് ക്രാഫ്റ്റ് ആണ്, ബോട്ടിൽ ആർട്ട് എന്ന് പറയും. ഞാൻ ചെയ്യുന്ന സാൻഡ് മ്യൂറൽ ആർട്ടാണ്. അതായത് ക്യാൻവാസിൽ മണൽ വെച്ചിട്ട് ചിത്രം വരയ്ക്കാം. ഇതൊരു മണൽ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഏത് മണലെടുത്ത് ചെയ്യാൻ പറ്റുമോ? ഏത് മണലും എടുത്ത് ചെയ്യാൻ പറ്റും. എൻ്റെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന 65ഓളം കളർ മണലുണ്ട്. പക്ഷെ അപ്പോൾ കളർ എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കിട്ടും? ഭൂമിയുടെ ഘടന അനുസരിച്ച് മണലിൽ കളർ വ്യത്യാസമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാകുന്നത്, ഈ സാൻഡ് മ്യൂറൽ നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഏതെങ്കിലും ഒരു ക്യാൻവാസ് എടുത്ത് അതിലൊരു മണലിന്റെ ബേസ് ഉണ്ടാക്കിയിട്ട് അതിൽ പെയിന്റ് വെച്ചിട്ട് ചെയ്യാം. രണ്ടാമത്, ഒരു കളർ മണൽ എടുത്തിട്ട് അതിൽ പല കളർ മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ടും ചെയ്യാം. ഞാൻ ചെയ്യുന്നത് ഭൂമിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന പല കളറിലുള്ള മണൽ വെച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പൊ അത് റിയൽ ചിത്രം പോലെയാണ്. അതെ, അതിനകത്ത് ഒരു മണൽത്തരി എടുത്ത് പൊടിച്ചു കഴിഞ്ഞാലും അകത്ത് ആ കളർ തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും കളർ ഫെയ്ഡ് ആകില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് എപ്പോഴും. ഈ മണൽ എന്ന് പറയുമ്പോൾ ഇത് താങ്കൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പഠിച്ചത്? എങ്ങനെ പഠിച്ചത്? 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു 2 കളർ, അതായത് നമ്മുടെ പാറമണലും പുഴമണലും വീട് തേക്കാനായിട്ട് ഇട്ടുന്ന പുഴമണലും എടുത്ത് ആ 2 കളർ ടോൺ വെച്ചിട്ടാണ് ഞാൻ. അന്നത്തെ കാലത്ത് നമ്മൾ ഈ മാഗ്നറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു കറുത്ത സാധനമൊക്കെ കയറി പിടിക്കും. അതെ, മാഗ്നറ്റ് വെച്ചെടുത്തുന്നത് നമ്മൾ ഈ മണലിനകത്ത് മിനറൽസ് അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിന് കളർ കിട്ടുന്നത്, പല കളർ. ഇപ്പൊ പാറമണലിനൊരു കളറാണ്, പുഴമണലിനൊരു കളറാണ്, ബീച്ചിൽ കിട്ടുന്ന മണലിന് വേറൊരു കളറാണ്. ഇപ്പം ചേർത്തലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല വെള്ളം, അതിനകത്ത് സിലിക്ക കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ടാണ് വൈറ്റ് സാൻഡ് കിട്ടുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും പല കളറിലുള്ള മണലുണ്ട്. ഞാൻ തുടങ്ങിയത് 3 കളർ മണൽ വെച്ചിട്ടാണ്. അപ്പൊ അന്ന് എന്താ ചെയ്യുന്നത്? വെറുതെ ഒരു പടം വരയ്ക്കും, ഒരു ക്യാൻവാസ് എടുത്ത് പേപ്പറിനകത്ത് തന്നെയാണ് ചെയ്തത്. അത് ഒട്ടിക്കും. പശ തേച്ചിട്ട് ആ പശ ഇരിക്കുന്ന ഭാഗത്തൂടെ നമ്മൾ മണൽ ഇട്ട് കൊടുക്കും. അപ്പൊ ചിത്രം പശ വെച്ചിട്ടാണോ വരയ്ക്കുന്നത്? ഔട്ട്ലൈൻ നമ്മൾ പശ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അതിന്റെ അകത്തോട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കും, അതിന്റെ പുറത്ത് മണൽ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു കല തന്നെയാണ്, അതൊരു കഴിവാണ് അല്ലെ? അപ്പൊ അത് ആരെ കാണിക്കാനാണ്? വെറുതെ രസം, ചുമ്മാ. അത് 7ാം ക്ലാസ്സിൽ ചെയ്തിരുന്നു. 7ാം ക്ലാസ് വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ഇതൊക്കെ ചെയ്യും, അവിടെ വെക്കും. അങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ബർത്തയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. വെറുതെ ഇരിക്കുകയാണ്. അതൊരു സന്തോഷം, അത്രേ ഉള്ളൂ. നമുക്കൊരു ഇഷ്ടമാണല്ലോ എന്തെങ്കിലും. നമുക്ക് ജോലിയിലോട്ട് തിരിച്ചു വരാം. അപ്പൊ അവിടെ എന്താണ് ഇതുമായിട്ട് കണക്ഷൻ വന്നത്? ആർട്ട് സ്കൂൾ ടൈം തൊട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ആർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സാലറി ഉണ്ട്, പ്ലസ് എക്സ്ട്രാ ടൈമും ഉണ്ട്. അപ്പൊ അഡീഷണൽ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്താലും വീണ്ടും കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ സാൻഡ് ആർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ സ്റ്റഡി ടേബിള് ഫ്രീ ആയി. അവിടെ നമ്മൾ ഒരു 3 കുപ്പിക്കകത്ത് 3 കളർ മണലും 2 ക്യാൻവാസും വെറുതെ വെച്ചേക്കും ടേബിളിൽ. എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത് അന്നേരം വരയ്ക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, ഒരു പ്രയോജനം, ഒരു പാഷൻ, ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യാന്നുള്ളതാണ്. പിന്നെ ആ സമയത്താണ് നമ്മുടെ കൂടെ ജോലി ചെയ്തതിന് ചേട്ടന്മാർ, ഒരാൾ എന്നോട് ചോദിച്ചു, രാജീവ് ചേട്ടൻ എന്നോട് ചോദിച്ചു, എനിക്കൊരു ചിത്രം വരച്ചു തരാമോ? ഞാൻ എൻ്റെ പൈസ തരാം. അത് കേട്ടപ്പം നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആൾക്കൊരു ചിത്രം വരച്ചു കൊടുത്തു. ഒരു യേശുക്രിസ്തുവിന്റെ ഒരു ചിത്രം, ഒരു പ്ലെയിൻ കാർഡ്ബോർഡിൽ കറുത്ത മണൽ വെച്ചിട്ട് ഒരു യേശുദേവന്റെ ഒരു പടം വരച്ച ആൾക്ക് കൊടുത്തു. ആളെനിക്ക് പേയ്മെന്റും തന്നു. അന്നാണ് എൻ്റെ ആദ്യത്തെ കച്ചവടം എന്ന് പറയുന്നത്. ആദ്യ വരുമാനം സാൻഡ് ആർട്ട്. അതൊരു തിരിച്ചറിവായിരുന്നു. തീർച്ചയായിട്ടും ഒരു സ്പാർക്കായിരുന്നു. അതെ. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇച്ചിരൂടെ സീരിയസ് ആയിട്ട് ചിത്രങ്ങൾ ഇച്ചിരൂടെ സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ഒരാൾ നമ്മളോടൊരു ചിത്രം ആവശ്യപ്പെട്ടു, നാളെ ആവശ്യപ്പെടാം, അതിന് പൈസയും തന്നു. അപ്പൊ സീരിയസ് ആയിട്ട് ഞാൻ ചിത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതൊന്നും മാർക്കറ്റ് ചെയ്യാനോ ഒരാളിലേക്ക് എത്തിക്കാനോ ഒന്നും എനിക്കറിയില്ല. ഇതെല്ലാം തട്ടയിൽ നമ്മൾ ചെയ്യും, ഉണക്കും, എടുത്ത് തട്ടയിൽ വെക്കും. ഇതായിരുന്നു പരിപാടി. അപ്പം ഈ KCBയിൽ തന്നെ ആ കാലത്ത് നമ്മുടെ ഗവൺമെന്റിന്റെ കയർ കേരള ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റ് വന്നു. ആ ഫെസ്റ്റിൽ ഈ ചേട്ടന്മാർ തന്നെ എന്നോട് പറഞ്ഞു, നീ ആ സ്റ്റാളിലൊന്ന് പോയി നോക്കുക, അവിടെ കയർമേളയാണ്, ഹാൻഡിക്രാഫ്റ്റിന്റെ സ്റ്റാളുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, നീ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു. വിളിച്ചപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു, ആലപ്പുഴയിലാണ്, നേരിട്ടൊന്ന് വാ, നമുക്ക് നോക്കാം, വെക്കാൻ പറ്റുന്ന സാധനമാണോ എന്ന് നോക്കാം, എന്നിട്ട് സ്റ്റാള് തരാം എന്ന് പറഞ്ഞു. ആലപ്പുഴയ്ക്ക് ഉള്ള ചിത്രങ്ങളെല്ലാം എടുത്തു വെച്ച് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ പോയി. എങ്ങനെ പോയത്? കൂട്ടുകാരൻ്റെ ഒരു വണ്ടിക്കാണ് പോയത്. ബൈക്കിലാണോ? കാറിനാണ് പോയത്.
ഒരു കട്ടപ്പനയിൽ നിന്ന് ആലപ്പുഴയിൽ പോയി. ഒരു പഴയ ഒരു മാരുതി 800 എന്നോട് അവൻ പറഞ്ഞു, എടാ കട്ടപ്പന വരെ ഓടുമെന്ന് യാതൊരു വിശ്വാസം ഇല്ലാത്ത ഒരു 20,000 രൂപയ്ക്ക് മേടിച്ചൊരു വണ്ടിയാണ്. ഞാൻ പറഞ്ഞു ഓടുന്നിടം വരെ ഓടട്ടെ, ബാക്കി നമുക്ക് ബസ്സിന് കയറി പോകും. അങ്ങനെ ഞങ്ങൾ ആ വണ്ടിയും കൊണ്ടാണ് ആലപ്പുഴ പോയത്. ആലപ്പുഴ ചെന്നപ്പം സാറ് പറഞ്ഞു ഡയറക്ടറെ കാണാം, ഒരു ചിത്രം എടുത്തു. ആ ഒരു ചിത്രം എടുത്ത് ഡയറക്ടറിന് എടുത്ത് തന്നു. സാറ് ചോദിച്ചു ഇത് എങ്ങനെ ചെയ്യും? നമ്മൾ ഇത് പല കളറിലുള്ള മണൽ വെച്ചാണ് സാറേ ചെയ്യുന്നത്. ആ ടൈം ആയപ്പോൾ എനിക്കൊരു 5 കളർ മണൽ വരെ ആയി. കാട്ടിലെ കല്ലൊക്കെ പൊടിച്ചിട്ട് മണലെടുത്തിട്ടുണ്ട്. ഒരു 5 കളർ മണലൊക്കെ. അപ്പോൾ ഇച്ചിരി കളർഫുള്ളാണ് ചിത്രം. സാറിനെ കാണിച്ചോ പറഞ്ഞു ഓക്കെ ഒരു 2,000 രൂപയുടെ DD എടുത്തു. ഞാൻ സാറേ 2,000 രൂപയുടെ DD യോ? ആ 2,000 രൂപ DD മതി. ഞാൻ അവിടെ തന്നേരം ഒരു സ്റ്റാൾ ബുക്കിങ്ങിന് വേണ്ടി ആയിരിക്കും 2,000. കാരണം 25,000 രൂപ സ്റ്റാളിന് നോർമൽ ആൾക്കാരെടുത്ത സ്റ്റാളാണ് എന്നോട് 2,000 രൂപയ്ക്ക് DD എടുക്കാൻ പറഞ്ഞത്. ഞാൻ പോയി DD എടുത്തു. എനിക്ക് സ്റ്റാൾ അലോട്ട് ചെയ്തു. സ്റ്റാളിൽ കയറൊക്കെ കെട്ടി 2,000 രൂപ വാങ്ങിയുള്ളത്. 2,000 രൂപ 20,000 രൂപ 25,000 രൂപ വിലയുള്ള സ്റ്റാള്. ബാക്കി എക്സിബിഷൻ കഴിയുമ്പോൾ മേടിക്കും എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം സ്റ്റാള് കിട്ടി. സ്റ്റാളിൽ നമ്മൾ കയറൊക്കെ വെച്ച് പടങ്ങളെല്ലാം ഹാങ് ചെയ്തു. ആദ്യത്തെ ദിവസം വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇതിന് പ്രൈസിംഗ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ? നമുക്ക് നോർമലി ഇപ്പൊ ഈ ആള് എനിക്കൊരു ചെറിയ റെമ്യൂണറേഷൻ തന്നല്ലോ, അത് എന്ത് പ്രൈസ് ഇടുന്ന പോലും അറിയില്ല. പ്രൈസ് എന്താന്ന് നമുക്ക് അറിയില്ല. എന്നാലും എത്ര രൂപ എഴുതി വെച്ചതില്? ഒരു 350 മുതൽ 1000-നുള്ളിലുള്ള പ്രൈസുകളാണ് നമ്മളെല്ലാം തന്നെ എഴുതി വെച്ചിരുന്നത്. നമ്മളൊരു കോസ്റ്റ് കവർ ചെയ്ത് കിട്ടണം. കോസ്റ്റ് കവർ ചെയ്ത് കിട്ടണം, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത്ര മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്തതെന്നൊന്നും കണക്ക് കൂട്ടാൻ അറിയില്ല. അങ്ങനെ റേറ്റ് എല്ലാം എഴുതിയിട്ടു. ആദ്യത്തെ ദിവസം ആൾക്കാർ ആദ്യമായിട്ട് സ്റ്റാളിൽ നിൽക്കുവാണല്ലോ, അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോന്നു. നമ്മളെ ആൾക്കാരെയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. രണ്ടാമത്തെ ദിവസം ഒരു കേരള എക്സിബിഷൻ ആയതുകൊണ്ട് ഇന്റർനാഷണൽ എക്സ്പോ ആണ്. ഒരു ഇംഗ്ലീഷുകാരൻ വന്നു. പുള്ളി സ്റ്റാളിൽ വന്നിട്ട് ഇങ്ങനെ എണ്ണി 1 2 3 4 എണ്ണീട്ട് പോയി. ഞാൻ നോക്കിയപ്പം ശരി, പുള്ളി എണ്ണീറ്റ് പോന്നു. ഒരു ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കും, എന്താണെന്നൊന്നും ചോദിക്കുന്നില്ല. ഇംഗ്ലീഷുകാരനാണ്, നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലാത്തതുകൊണ്ട് ആ ഏരിയയിലോട്ട് നോക്കി പോലുമില്ല. തൊട്ട് പറയുന്ന പുള്ളിയുടെ ഒരു PA വന്നു. PA വന്നിട്ട് പുള്ളി ഒരു മലയാളത്തിലാണ് എന്നോട് പറഞ്ഞു, സാറ് വന്ന് കാണിച്ച ആ പടങ്ങളെല്ലാം പാക്ക് ചെയ്തു, ഞങ്ങൾ എടുക്കുക. ഞാൻ അവിടെ നിന്ന് 64 പടങ്ങളാണ് കൊണ്ടുപോയത്. അതിൽ 63 പടവും പുള്ളി സെലക്ട് ചെയ്തു. ഇതെല്ലാം വാങ്ങിച്ചു കളഞ്ഞു, എല്ലാം മേടിച്ചു. ഗ്ലാസ് ഇട്ട് ഫ്രെയിം ചെയ്ത പടങ്ങളാണ് എല്ലാം. എന്നോട് പറഞ്ഞ എല്ലാത്തിന്റെയും ഗ്ലാസ് റിമൂവ് ചെയ്ത് പാക്ക് ചെയ്തോളാം. എല്ലാ ചിത്രങ്ങളും പാക്ക് ചെയ്ത് അന്ന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ അവിടെ ഇരുന്നു. ഒരു ദിവസം വെറുതെ ഇരുന്നു. പക്ഷെ കൂടെയുള്ള ആൾക്കാരെ എല്ലാം പരിചയപ്പെട്ടു. അവിടെ നിന്ന് നമുക്ക് കുറെ കണക്ഷൻസ് ഒക്കെ കിട്ടി. പിന്നെ നേരെ തിരിച്ച് ബാക്ക് ടു വർക്കിലേക്ക് വന്നു. അപ്പൊ ഇതൊന്ന് കാശുണ്ടാക്കാൻ പറ്റുമെന്ന് പഠിച്ചു. ഒരു വാല്യൂ ഉണ്ട് ഇതിന്. തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പം ഈ സ്റ്റോറി കേട്ടപ്പോഴാണ്, ഇങ്ങനെയാണ് അവിടെ നടന്നതെന്ന് കേട്ടപ്പം അവിടെയുള്ള വേറൊരു ചേട്ടൻ, ഒരു സജി, പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടിന് ഇവിടെ റിസോർട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം, അവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർക്ക് ഡ്രോയിങ് വേണം. ഒരു 35 ഡ്രോയിങ് അവർ സെലക്ട് ചെയ്തു. എനിക്കിവിടെ KCBയിൽ കിട്ടുന്ന സാലറി 30,000 രൂപയാണ്. അപ്പോൾ ഈ ഡ്രോയിങ് സെലക്ട് ചെയ്തു, 1000 രൂപ റേറ്റ് ഇട്ട് സെലക്ട് ചെയ്തു. 10 ദിവസം കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വർക്കുകളാണ്. അപ്പം കമ്പയർ ചെയ്ത് നോക്കിയപ്പം ഇവിടെ നമുക്ക് 10 ദിവസം കൊണ്ട് 35,000 രൂപ കിട്ടും. ഡ്യൂട്ടിയിലാണെങ്കിൽ നമ്മൾ 30 ദിവസം നിന്നാൽ 30,000 രൂപ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു 20 ദിവസം കൂടെ കിട്ടും. അവിടെ വേറെ പണം വരച്ച് വേറെ കാശുണ്ടാക്കാം. അങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ നൈസായിട്ട് ഡ്യൂട്ടി അങ്ങ് വേണ്ടെന്ന് വെച്ചു. ഓക്കെ, ജോലി വേണ്ടെന്ന് വെച്ചു. പക്ഷെ അതൊരു വലിയ തീരുമാനമാണ്. കാരണം കാര്യം ടെമ്പററി ആണെങ്കിലും നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും അത് ഗവൺമെന്റ് ജോലിയാണ്. അത്യാവശ്യം കട്ടപ്പനയിൽ ജീവിക്കുന്ന ഒരാൾക്ക് 30 രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സാലറി ആണെന്ന്. അതെ, വീട്ടുകാർക്കൊക്കെ ഇതൊരു വിഷമമായോ? വീട്ടുകാർക്ക് നല്ല പോലെ വിഷമമായി. ഓക്കെ, അതിന്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും സ്വാഭാവികം ഉണ്ടായിട്ടോ, കാരണം മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക്. ഉണ്ടായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ഞാൻ തിരിച്ച് ജോലി കയറുക എന്നുള്ള ഒരു കാര്യമില്ലാതെ സ്റ്റിക്ക് ഓൺ സാൻഡാർട്ടിൽ തന്നെ പിടിച്ചു നിന്നു. ആ സമയത്ത് കുറച്ച് GST വർക്കുകൾ വന്നു. വർക്ക് വന്ന സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കാൻ കമ്മിറ്റ് ചെയ്തു. അന്നേരമാണ് സഡൻലി ഇത് വന്നു, GST നിലവിൽ വന്നു. അപ്പോൾ ആ വർക്കുകളെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ബാക്ക് ടു ആക്ഷനിലേക്ക് വരാൻ കുറേ താമസം എടുത്തു. ആ സമയത്ത് എനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ജോലി വേണം. അപ്പം നമ്മൾ പണി പഠിച്ചിട്ടിരിക്കുവാണല്ലോ, എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, വയറിങ് ചെയ്യുന്നുണ്ട്. അപ്പം ടൂൾസ് എടുത്ത് വീണ്ടും വയറിങ് ചെയ്യാം. അപ്പോൾ അന്ന് ഒറ്റയ്ക്കാണോ അതോ കല്യാണം കഴിഞ്ഞു? കല്യാണം കഴിഞ്ഞായിരുന്നു.
ഓ അത് ശരി. അതെപ്പോഴായിരുന്നു? ആ സ്കൂളിൽ അല്ല ഈ ജോലി കിട്ടി ഒരു KCB-യിലുള്ള KCB-യിലുള്ള സമയത്ത് നമുക്ക് കല്യാണം കഴിഞ്ഞു. താങ്കളുടെ ഒരു ലവ് മാരേജും കൂടിയാണ്? ഞങ്ങള് ഒന്നിച്ച് പഠിച്ചാണ്. ഒന്നിച്ച് പഠിച്ചു. അപ്പൊ എത്ര വയസ്സിലാണ്? 23 വയസ്സ്. 23 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. ഓ വെറുതെ അല്ല നാട്ടുകാർക്ക് വീട്ടുകാർക്ക് ഒരു വിഷമം വന്നത് നല്ല ഗവൺമെന്റ് ജോലി ഇട്ടിട്ട് പടം വരയ്ക്കാൻ ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട്. ശരി, അപ്പം അടുത്ത പണിയും വന്നു, GST വന്നു. അത് കഴിഞ്ഞ് പിന്നെ പച്ച പിടിച്ചോ? അത് കഴിഞ്ഞിട്ട് നമ്മള് ആ സമയത്ത് എന്ത് പണിക്ക് പോയി? വയറിങ്ങിന് പോയി. ഓക്കെ. വയറിങ്, പെയിന്റിങ്, ടൈലിടാൻ, ഇങ്ങനെ എല്ലാവരുടെയും കൂടെ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് പോകും. എങ്കിലും ബാക്ക് ടൈമിൽ ഞാൻ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും തന്നെ ഞാനൊരു ഡ്രോയിങ് ചെയ്യും. അത് ഞാനൊരു കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്തൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വനിതാ വീട് എന്ന് പറയുന്ന എക്സിബിഷനിലൊക്കെ എനിക്ക് കുറച്ച് ന്യൂസിലൊക്കെ കയറി വന്നു. ഞാനിങ്ങനെ സാൻഡ് ആർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ആൾക്കാർ കണ്ടിട്ട് കുറച്ച് ചാനലിലൊക്കെ വന്നു. അങ്ങനെ എക്സിബിഷനിലും അറ്റൻഡ് ചെയ്തു. എക്സിബിഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ കുറേ എൻക്വയറീസ് കിട്ടി. പക്ഷേ ഒന്നും ബിസിനസ് ആകുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് അത് ചുമ്മാ പോയി, കഴിഞ്ഞു, സമയം കഴിഞ്ഞല്ലോ. പക്ഷെ 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് കണ്ടമാനം കോൾസ് വരാൻ തുടങ്ങി. കാരണം ഈ എക്സിബിഷനിൽ വരുന്ന ആൾക്കാരെല്ലാം വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. വേണ്ടത് ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും കോൾ വന്നു. പക്ഷെ ഞാനൊരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഒരു ജീസസിന്റെ ഒരു ഡ്രോയിങ് ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്കൊരു 7 to 10 days വേണം. 7 ദിവസം തൊട്ട് 10 ദിവസം വരെയൊക്കെ സമയം എടുത്തിട്ടാണ് ഒരു ഡ്രോയിങ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു 4 ഡ്രോയിങ് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിറയ്ക്കും. കൊടുക്കാൻ പറ്റില്ല. ഒരു മാസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റില്ല. ഈ ഹൗസ് വാമിങ് അടുത്തിരിക്കുന്ന സമയത്താണ് ഈ എൻക്വയറീസ് എല്ലാം വരുന്നത്. അപ്പം ഞാനത് വേണ്ടെന്ന് വെച്ചു. ഈ ഫോൺ നമ്പർ ഞാൻ ഉപേക്ഷിച്ചു ശരിക്കും. കാരണം അതുപോലെ കോളായിരുന്നു. പക്ഷെ അതിനകത്ത് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇത്ര ആവശ്യക്കാര് വെളിയിലുണ്ട്. എന്ത് പ്രൈസ് കൊടുത്ത് എടുക്കാൻ ആളുണ്ട്, എന്ത് പ്രൈസ് കൊടുത്ത് മേടിക്കാൻ ആളുണ്ട്. അപ്പം നമുക്ക് ഒരു ഫിയർ ഇല്ല. എങ്ങനെയും നമുക്ക് സർവൈവ് ചെയ്യാം ഈ സാധനം പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞു. പിന്നെ ഞാൻ ചെയ്തത്, ഡെയിലി ഇരുന്ന് ചിത്രം വരച്ച് സ്പീഡ് ഉണ്ടാക്കി ഈ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ഡ്രോയിങ് ഒരു ദിവസത്തിനുള്ളിൽ ഒരു 4-5 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന പോലെ പ്രാക്ടീസ് ചെയ്ത് സ്പീഡാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഹെവി വർക്കുകൾ ചെയ്ത് സ്പീഡാക്കി. പിന്നെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് കാണിക്കാനായിട്ട് ഒരു ബാഗിൽ ഒരു കാറ്റലോഗ് ഒക്കെ ഉണ്ടാക്കി സാമ്പിളൊക്കെ എടുത്ത് ആൾക്കാരിലേക്ക് ഇറങ്ങാൻ പോയി. ഓക്കെ. അങ്ങനെ ചെന്നു. വീണ്ടും വർക്കുകളൊക്കെ കിട്ടി. 2018 GST വന്നു. അപ്പൊ പിന്നെയും പച്ച പിടിച്ചു തുടങ്ങി. അതെ. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് കുറച്ച് വർക്കുകളെല്ലാം കയറി വന്നു. കുറച്ച് പ്രീമിയം ആർക്കിടെക്ട് സെബാസ്റ്റ്യൻ സാർ, ശില്പി ആർക്കിടെക്റ്റിന്റെ സാറിനെയൊക്കെ എനിക്ക് കണക്ട് ചെയ്ത് കിട്ടി. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് നോട്ട് നിരോധനം വന്നത്. ഡിമോണിറ്റൈസേഷൻ. വീണ്ടും മാർക്കറ്റ് പോയി. അങ്ങനെ വന്ന സമയത്ത് വീണ്ടും ഞാൻ IT-യിൽ താൽക്കാലികമായിട്ട് പഠിപ്പിക്കാൻ കയറി. ഓക്കെ. ജോലി വേണമല്ലോ. അവിടെ ജോലിക്ക് കയറി. വീണ്ടും നോർമല്. ആ സമയത്ത് ഞാൻ വൈകിട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ് ആയി. കുറെ കൂടുതൽ ക്വാണ്ടിറ്റി മണലൊക്കെ കിട്ടാൻ തുടങ്ങി. പല കളറിലുള്ള മണലൊക്കെ ആയി. ഒരു 8-10 കളർ മണലൊക്കെ തപ്പി കണ്ടുപിടിച്ചു. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ് ആയി. ആമസോണിൽ ലിസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. ഞാൻ ചെയ്തില്ല, അവർ വന്ന് എടുത്തുകൊണ്ട് പോയി. അവർ ത്രൂ ചെയ്യാൻ തുടങ്ങി. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒന്ന് നോർമലൈസ് ആയി വന്നപ്പോഴാണ് പെട്ടെന്ന് പ്രളയം വന്നു. അടുത്ത പ്രശ്നം പ്രളയം എഡിഷൻ നമ്പർ 1. അതിൽ പിന്നെ ശരിക്കും നമ്മൾ ചേഞ്ച് ആയി. നമ്മുടെ ലൊക്കേഷൻ എല്ലാം ചേഞ്ച് ആയി. അന്നേരത്തേക്കും വൈഫിന് ജോലി കിട്ടി, ഗവൺമെന്റ് ജോലി കിട്ടി. അപ്പം നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തു. ശരിക്കും ഒരാൾക്ക് വരുമാനം, സ്ഥിര വരുമാനം. എന്നിട്ട് പിന്നെ നമ്മൾ ഇച്ചിരൂടെ സീരിയസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇന്റീരിയറിന്റെ വർക്കുകളൊക്കെ സ്വന്തമായിട്ട്, ഒരു വീടിന്റെ ഇന്റീരിയർ ഫുള്ള് സ്വന്തമായിട്ട് എടുത്ത് ഞാൻ ചെയ്തു കൊടുക്കുന്ന സ്റ്റേജിലേക്ക്. ഒരാളേ ഉള്ളൂ, ഞാൻ തന്നെ ഇരുന്ന് ചെയ്ത് കൊടുക്കും. ആർട്ട് വർക്കാണ്, ഹോം ഡെക്കർ വർക്കുകളെല്ലാം തന്നെ. അപ്പം ഒരുപാട് വർക്കുകൾ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം റിപ്ലിക്ക നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കഴിവുള്ളതുകൊണ്ട് ചെയ്തു. അങ്ങനെ നോർമലായി വന്ന സമയത്താണ് പിന്നെ പെട്ടെന്ന് കൊറോണയെ അഫക്റ്റ് ചെയ്തു. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീട്ടിൽ തന്നെ ഇരിപ്പായി. പക്ഷേ നമ്മുടെ ഫാമിലി പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഒരാൾക്ക് വരുമാനമുണ്ട്, പിന്നെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് വേറെ ചിലവില്ലല്ലോ. അപ്പം അത് നോർമലൈസ്ഡ് ആയി. പക്ഷേ കൊറോണ ശരിക്കും എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നമ്മുടെ ചുറ്റിനുമുള്ള കുറച്ച് ആൾക്കാരെ, ഒരു 1000 പേരെ നമുക്കറിയാം, അതിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാർ. ജീവിതം നമ്മുടെ അങ്ങനെയാണ്. പക്ഷെ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ
ഓൺലൈനിൽ ഒരുപാട് ക്ലാസ്സുകളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ അതിൻ്റെ ലിങ്കുകളൊക്കെ കയറി ഫ്രീ ടൈമിൽ കാണും. അങ്ങനെ ഒരു ബിസിനസ് ഗ്രൂപ്പിൽ നമുക്ക് റെഗുലറായിട്ട് മീറ്റിങ്ങുകൾ ഉണ്ട്, ബിസിനസ് മീറ്റ് വരുന്നുണ്ട് HF. അതിനകത്തുനിന്ന് എനിക്കൊരു ഒരു ഒരു ഒരാളെ കിട്ടി. ശരിക്കും എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത ഒരാളാണ്. ഒരു കൊറോണ കഴിഞ്ഞപ്പം ഞങ്ങൾ കോഴിക്കോട് ഒരു കോൺക്ലേവിന് പോയി. അത് എറണാകുളത്തു നിന്ന് എല്ലാവരും കൂടെ ബസ് പിടിച്ചിട്ടാണ് പോയത്. ആ സമയത്ത് നമുക്ക് കുറച്ച് ഫ്രണ്ട് സർക്കിൾ കിട്ടി. അപ്പം തൊടുപുഴയുള്ള ഒരു ഷാജി LVM ഇവൻസ് ആൻഡ് ഡെക്കർ, പുള്ളിയാണ് എന്നെ ഈ HF ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങോട്ട് മീറ്റിങ്ങിൽ കയറാൻ പറഞ്ഞത്. അതിനകത്ത് വന്നപ്പോൾ എനിക്ക് ഇൻഫ്ര എലിവേറ്റേഴ്സിലെ മനോജ് ചേട്ടനെ കിട്ടി. പുള്ളിയാണ് ശരിക്കും ഒരു ട്രെയിനിങ് നമുക്ക് നമ്മുടെ ബിസിനസ് ലൈഫിൽ തന്നത്. പുള്ളി കാര്യങ്ങളൊക്കെ പറയും, സംസാരിക്കും, ഭയങ്കര സിമ്പിളായിട്ടുള്ള ആളാണല്ലോ. അപ്പം നമ്മുടെ കൂടെ നിന്ന് പറയാൻ പറ്റുന്ന ഒരു വലിയ മനുഷ്യനാണ്. അപ്പം ആ റെസ്പെക്റ്റോടുകൂടി പുള്ളിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നെ BNA കൊണ്ടുവന്നു. BNA കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഇൻസിഡൻറ്റും കൂടെ നടന്നു. അത് ഇവിടെയാണ് ഈഗിൾ എന്റർപ്രണർഷിപ്പിലേക്ക് എനിക്ക് എൻട്രി. നമ്മൾ തമ്മിൽ കണക്റ്റഡ് ആവും. അതെ, സാറിന്റെ ഫോട്ടോ പുള്ളി ഗിഫ്റ്റ് തരാനായിട്ട് വരച്ചു തന്നാണ്. അങ്ങനെ സാറുമായിട്ട് കണക്റ്റഡ് ആയി. പിന്നെ ഇതിനകത്തുനിന്ന് ബിസിനസ് എന്താ ബിസിനസ്സുകാരൊക്കെയാന്നുള്ളത് കിട്ടിയത് ഈഗിളിൽ നിന്നാണ്. ശരിക്കും ഞാൻ ആർട്ടിസ്റ്റിന്റെ ഗ്രൂപ്പുകളിൽ ഒരു 10-100ഓളം ഗ്രൂപ്പുകളിൽ മെമ്പറായിരുന്നു. ഇൻസ്റ്റന്റ് ആയിട്ട് ഞാൻ അതിനകത്ത് മുഴുവൻ കിട്ടിയത് ബിസിനസ് ഗ്രൂപ്പിലേക്ക് മാറി. അതെ, അങ്ങനെയാണ് നമ്മൾ ഈഗിളിലൂടെ ബിസിനസ് പഠിക്കുന്നത്. ഈഗിളിലേക്ക് ബിസിനസ് പഠിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് എനിക്ക് BNA ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് പറഞ്ഞു സാറ്. മറ്റേ മനോജ് നമ്മുടെ ഈഗിളിലുള്ള പ്ലാറ്റ്ഫോമിലുള്ളതാണ്. അപ്പം മനോജ് ചേട്ടൻ പറഞ്ഞു, ഞാൻ BNA കയറാൻ നേരം അന്ന് എനിക്ക് BNA കയറാനുള്ള മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള പൈസ ആക്ച്വലി കയ്യിൽ ഇല്ല. പുള്ളി എനിക്കൊരു ഫസ്റ്റ് വർക്ക് തന്നിട്ടാണ് എന്നെ കൊണ്ട് BNA ചേർക്കുന്നത്. BNA കയറി 2 വർഷം നമ്മൾ BNA ശരിക്കും യൂസ് ചെയ്യായിരുന്നില്ല, ഞാൻ പഠിക്കുകയാണ് ചെയ്തത്. BNA എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അതിനകത്ത് ബിസിനസ്സുകാർ എന്താണ് ചെയ്യുന്നത് നോക്കി പഠിക്കാൻ പറ്റി. 100 മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പിലാണ് ഞാൻ കയറിയത്. അപ്പം 100 പേരുടെയും വ്യത്യസ്ത ആംഗിളിലുള്ള കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. എൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ കൺവേർട്ട് ചെയ്യണം, അങ്ങനെയെല്ലാം ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു? അപ്പം ഇന്റീരിയറിലുള്ള ഫ്രെയിംസ് ആണ് കൂടുതലും ഞാൻ ചെയ്യുന്നത്. ഒരു ടിപ്പിക്കൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഒരു പോർട്രേറ്റ് വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു വാൾ ഫ്രെയിമിലേക്ക് ആവശ്യമായുള്ള ഒരു ചിത്രം വരയ്ക്കുക, ഇതാണ് ആർട്ടിസ്റ്റ്. എൻ്റെ അവരുമായിട്ട് വ്യത്യസ്തപ്പെടുത്തുന്നത് ഈ മീഡിയം മാത്രമാണ്. സാൻഡ് എന്ന് പറയുന്ന ഒരു മീഡിയം മാത്രമാണ്. മറ്റെല്ലാ തരത്തിലും മറ്റേ ആർട്ട് സെയിം ആണ്, അതിൻ്റെ പ്രൊഡക്റ്റുകളും സെയിം ആണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ നമുക്ക് ബിസിനസ് വേർഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ ഉണ്ടാകണം. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ടിക്കറ്റ് സൈസ്, ഇങ്ങനെ കുറെ വേർഡ്സ് കിട്ടി. അതെന്താണെന്ന് പഠിച്ചപ്പോഴാണ് ക്യാഷ് ഫ്ലോ ഉണ്ടായാലാണ് മനുഷ്യന് നോർമലി ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്കൊരു വർക്ക് കിട്ടി, 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിയുമ്പം പൈസ കിട്ടി, അത് ബൾക്ക് എമൗണ്ട് ആണ്, നമ്മൾ ദൂർത്തടിച്ച് കളയും. എല്ലാ ദിവസവും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വന്നാലാണ് നമുക്ക് നോർമൽ. നമ്മളൊരു നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറെ സ്ഥലത്തെങ്കിലും അത് കൊടുത്താലേ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ചെയ്തത് എന്താണ്? നമുക്ക് വലിയ വലിയ സ്ഥലങ്ങളിൽ കൊടുക്കാൻ ശ്രമിച്ചോ? ഞാൻ ചെയ്തത്, എൻ്റെ ഡ്രോയിങ്ങിന് നോർമൽ ഞാൻ റേറ്റ് ഇട്ടേക്കുന്നത് 2500 രൂപയാണ്. ആ 2500 രൂപയുടെ ഒരു ക്ലയന്റിനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ചിലപ്പം 1 മാസം 2 മാസം കാത്തിരിക്കണം. ആ ഡ്രോയിങ്ങിനെ ഞാനൊന്ന് 10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, 250 രൂപയ്ക്ക്. 250 രൂപയ്ക്ക് എനിക്ക് കൂടുതൽ ക്ലയൻസിനെ കിട്ടും. അത് ഞാൻ അന്വേഷിച്ചെടുത്തത്, നമുക്ക് 10 ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ പോകാനും സെയിം എഫോർട്ടാണ്. അതുകൊണ്ട് ഞാൻ 10 ക്ലയൻസ് വരുന്ന ഒരു ക്ലയന്റിനെ കണ്ടുപിടിച്ചു. അതായത് ഒരു റിസോർട്ടിൽ അവിടെ വരുന്നത് 100 കണക്കിന് ക്ലയൻസ് ഉണ്ട്, അവരെ എൻ്റെ ക്ലയന്റ് ആക്കാൻ പറ്റത്തില്ല. പകരം ഞാൻ ആ റിസോർട്ടിനെ ക്ലയന്റ് ആക്കി. ഓക്കെ, അപ്പൊ അവര് ഫ്രീ ആയിട്ട് കൊടുത്തോളൂ, അവിടെ വരുന്നവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോളൂ. അവർക്ക് തുച്ഛമായ വിലയാണ് അവർക്ക് ആവുന്നുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള ഒറ്റ കസ്റ്റമർ ഡീൽ ചെയ്താൽ മതി. വെരി ഗുഡ്. അങ്ങനെ ഏതൊക്കെ കസ്റ്റമേഴ്സ് നമ്മൾ ഉണ്ടാക്കി? ഞാൻ സുവനീർ ആദ്യം കൊടുക്കാൻ തുടങ്ങിയത് മാരിയറ്റിലാണ്. ഇവിടുത്തെ കൊച്ചിയിലെ വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലാണ് നിങ്ങൾ പറയുന്നത്. അതെ, മാരിയറ്റിൽ നിന്ന് നേരെ എനിക്ക് താജ് കണക്ട് ചെയ്ത് കിട്ടി, പിന്നെ ലീല റാവിസ് കണക്ട് ചെയ്ത് കിട്ടി, ഗ്രാൻഡ് ഹയാത്ത് കണക്ട് ചെയ്ത് കിട്ടി. കേരളത്തിലുള്ള പ്രീമിയം ടോപ്പ് ബ്രാൻഡുകളെല്ലാം ഞാൻ ക്ലയന്റ് ആക്കി. എൻ്റെ ഒരു വാശിയായിരുന്നു. കാരണം നമ്മുടെ ആർട്ടിന് തുടങ്ങിയ സമയത്ത് 1 രൂപ പോലും വില കാണാത്ത ആൾക്കാർക്ക്
ഇതൊരു പ്രീമിയം ക്ലയന്റിന്റെ കയ്യിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുമ്പം അതിന് വിലയുണ്ടാവും. തീർച്ചയായിട്ടും. നമ്മുടെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, അത് പൊസിഷനിങ് ആണ്. അത് ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചു. അതുപോലെ ബിൽഡേഴ്സും, ടോപ്പായിട്ടുള്ള ബിൽഡേഴ്സും ഞാൻ എൻ്റെ ക്ലയന്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ വളർച്ച. അവിടെ നിന്നാണ് പിന്നെ ഉള്ള ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ എക്സ്ട്രാ വരുന്ന വർക്ക് ഒരു സിംഗിൾ ഒരു പേഴ്സൺ, ഒരു ആർട്ടിസ്റ്റിന് ഒരു പരിധിയുണ്ട് ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ ഒരു ദിവസം 10 ചിത്രം വരച്ചാലും നമ്മളെ ഈ നെറ്റ്വർക്കിംഗ് കൂടുന്നതനുസരിച്ച്, ആളുകളുമായിട്ടുള്ള പരിചയം കൂടുന്നതനുസരിച്ച് കൂടുതൽ ഓർഡേഴ്സ് കിട്ടും. അപ്പം അങ്ങനെ വരുന്ന ഓർഡറുകൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 10,000 രൂപയുടെ ഒരു വർക്ക് ചോദിച്ചു വരുന്ന ഒരാൾ നമ്മുടെ ക്വാളിറ്റി കാണുമ്പോൾ ചിലപ്പം 100 രൂപയുടെ ഒരു 1000 പടം അല്ലെങ്കിൽ 100 രൂപയുടെ ഒരു 100 പടം വേണമെന്ന് അവന് ആവശ്യമുണ്ട്. ആ 100 പടം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ ഒരു ഡ്രോയിങ് ചെയ്യണമല്ലോ. തീർച്ചയായും. അങ്ങനെ ഞാൻ 1-2 വർക്കുകൾ കളഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഞാൻ ഇടുക്കിയിലാണ്, റൂറൽ ഏരിയയാണ്. അതെ. അവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീട്ടമ്മമാർ, ലേഡീസ് ഉണ്ട്. ഒരു കുഞ്ഞു ഉള്ളതിൻ്റെ പേരിൽ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു കൊച്ച് കുഞ്ഞുള്ളതിൻ്റെ പേരിൽ പണിക്ക് പോകാൻ പറ്റത്തില്ല, ജോലിക്ക് പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അപ്പം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നോട് ചോദിച്ചു, അണ്ണാ ഞാനിവിടെ വരയ്ക്കട്ടെ? ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഇവരൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ചെയ്യാം. ഞാൻ സാമ്പിൾ ചെയ്യിച്ചു നോക്കി. അപ്പം ഓക്കെ, അവർക്ക് ചെയ്യാം. അപ്പം ഈ കാലയളവിലൊക്കെ പഞ്ചായത്തിലും സ്കൂളുകളിലും പ്രോഗ്രാംസൊക്കെ ഈ കൗമാരക്കാർക്കുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാരും എന്നെ കൊണ്ട് സാൻഡ് ആർട്ടിന്റെ ട്രെയിനിങ് ചെയ്യിക്കാറുണ്ട്. ഏകദേശം 1300ഓളം പേർക്ക് ഞാൻ സാൻഡ് ആർട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഓക്കെ. പക്ഷെ എനിക്ക് ഇതിനകത്തുനിന്ന് ഔട്ട്പുട്ട് എടുക്കണമെന്ന് ആഗ്രഹമില്ല. ജസ്റ്റ് ട്രെയിനിങ്ങിന് വിളിക്കുന്നു, നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു, പോരുന്നു. ഈ ഒരു സാധനം തമ്മിൽ കണക്ട് ചെയ്തത് അന്നേരമാണ്. കാരണം ഈ പഠിച്ച ആൾക്കാരെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് പ്രൊഡക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തുകൊണ്ട് ഈ ഓർഡർ അവർക്ക് കൊടുത്തുകൂടാ? ഇത് അവർക്ക് കൊടുത്തുകൂടാ. അങ്ങനെ ചിന്തിച്ചപ്പം ഞാൻ ഈ ആൾക്കാരെ പിന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ. പബ്ലിക്കായിട്ട് റാൻഡമായിട്ട് കൊടുക്കുമല്ല, ഇവർക്ക് നമ്മളൊരു ട്രെയിനിങ്ങും കൊടുത്തിട്ട് ഈ മെറ്റീരിയലും നമ്മൾ കൊടുക്കും, അതിനുള്ള ഡിസൈനും കൊടുക്കും. ജസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്ത് തന്നാൽ മതി. ഓക്കെ. അപ്പൊ അതിന് അവർക്ക് വേതനം കിട്ടും. അവർക്ക് അതായത് ഒരു സാധാരണ ഒരു മിനിമം വേതനം എന്നുള്ള 700-800 രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് അതിന്റെ വർക്കാണ് അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് ടൈമിംഗ് ഇല്ല. ചിലപ്പോൾ 3 ദിവസം കൊണ്ടായിരിക്കും ചെയ്യുന്നത് 800 രൂപയുടെ ഒരു വർക്ക്. അത് നമ്മുടെ കാര്യമല്ല, അവരുടെ ടൈമിനനുസരിച്ച്. ഒരു ദിവസം ഒരു 8 മണിക്കൂർ പണിയെടുത്താൽ എത്ര രൂപ വരെ ഉണ്ടാക്കാം? ഒരു 1000 രൂപ വരെ ഉണ്ടാക്കാം മിനിമം. ഓക്കെ. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് അങ്ങനെ എത്ര പേര് താങ്കൾ ആഡ് ചെയ്തു? ഞാൻ അങ്ങനെ ആഡ് ചെയ്തപ്പോൾ 136 പേർക്ക് ഞാൻ വർക്ക് കൊടുക്കുന്നുണ്ട്. വെരി ഗുഡ്. 136 പേർക്ക് താങ്കളിപ്പോ തൊഴിൽ കൊടുക്കുന്ന പോലെയായി. പക്ഷെ ഞാൻ അതിലെല്ലാം വീട്ടമ്മമാരാണോ? അല്ല, അതിനകത്ത് നമ്മുടെ ചേട്ടന്മാരുണ്ട്, മറ്റേ എന്താ പ്രായമായ ആൾക്കാരുണ്ട്, ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഫിസിക്കലി ഹാൻഡികാപ്ഡ്, വീൽ ചെയറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാമല്ലോ വീട്ടിലിരുന്നോണ്ട്. ഒരു ദിവസം ഇരുന്ന് 1000 രൂപ ഉണ്ടാക്കാൻ അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ 146 പേരുണ്ട്. 136 പേര്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്തു. അപ്പൊ ഇനി എത്ര ഓർഡർ വേണേലും എടുക്കാം. സോഷ്യൽ എന്റർപ്രണർഷിപ്പ് ആണ് ഞാൻ ഫോക്കസ് ചെയ്തോണ്ടിരുന്നത്. ഞാൻ ചെയ്തോണ്ടിരുന്ന ഇതാണെന്ന് എനിക്ക് അവിടെയാണ് ഞാൻ അടുത്ത ചോദ്യം. കാരണം ഇതൊരു കലയാണ്. പൊതുവെ എല്ലാ കലാകാരന്മാരെയും ഞാൻ അടച്ചു പറയില്ല, എന്നാലും മെജോറിറ്റി ആൾക്കാരിലും ഞാൻ കണ്ടൊരു സാധനം, നമുക്കൊരു കൈത്തൊഴിൽ അറിയാമെങ്കിൽ വേറെ ആളെ പഠിപ്പിക്കില്ല. കാരണം നമ്മുടെ വരുമാന മാർഗ്ഗമാണല്ലോ. പക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. ഞാനത് ഇത് പഠിച്ച് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഗൂഗിൾ ചെയ്ത് നോക്കി. നോർമലി സാൻഡ് ആർട്ടിസ്റ്റ് വേറെ ആരുണ്ടോന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. ചെയ്തു നോക്കിയപ്പോൾ ഒരുപാട് പേര് കേരളത്തിൽ സാൻഡ് ആർട്ടിസ്റ്റ്മാരുണ്ട്. പക്ഷെ അവരിൽ നിന്ന് എനിക്കൊന്നല്ല ആർക്കും പഠിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചത് ഈ ഒരു ആർട്ട് വർക്ക് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ക്ലയൻസിനെ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയാണ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു 200ഓളം കണ്ടെയ്നറുകളാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് വിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ റിസോഴ്സസും കിടപ്പുണ്ട്, ഈ ആൾക്കാരും ഉണ്ട്. ജോലി ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ, അവർക്ക് നമ്മുടെ ഒരു കല കൺവേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന് നമുക്ക് എന്തെങ്കിലും ഇവർക്ക് ഒരു ടൂളായിട്ടോ കിറ്റായിട്ടോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റില്ലേ? സാൻഡ് ആർട്ടിന്റെ ആക്ടിവിറ്റി കിറ്റ് ഞാൻ ഡിസൈൻ ചെയ്തു. അതെ, വെരി ഗുഡ്. ഇവർക്കിപ്പോ പ്രശ്നം മണൽ ശേഖരിക്കാൻ പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. മണൽ ഞങ്ങൾ ശേഖരിച്ചിട്ട് കിറ്റാക്കി കൊടുക്കും. അപ്പൊ ഇതൊരു പ്രോഡക്റ്റ് ആയി. അത് തന്നെ വിൽക്കുന്നുണ്ട്. വെരി ഗുഡ്. അത് ഓൺലൈനിലാണോ, എങ്ങനെയാണത്? ഫിസിക്കലി ഓൺലൈനിൽ നമ്മൾ ഇപ്പൊ ശരിക്കും ഹെവി ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് ഒന്ന്
അറിയാവുന്ന ഗ്രൂപ്പുകളിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ 136 പേരെ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുക? അതെല്ലാം ഓരോ ഗ്രൂപ്പുകളാണ്. ഓരോ ഏരിയയിൽ ഓരോ ഗ്രൂപ്പ്. അപ്പൊ ചിലപ്പോൾ 10 പേര് 20 പേരടങ്ങുന്ന ഗ്രൂപ്പുകളാണ്. അപ്പൊ അവർക്ക് ഇത് കൊടുക്കും, അയച്ചു കൊടുക്കും. ഒന്നിച്ച് കൊണ്ടു കൊടുത്താൽ മതി, ഒന്നിച്ച് കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ അയച്ചു കൊടുത്താൽ മതി. അപ്പൊ അവര് തമ്മിൽ അത് കളക്ട് ചെയ്യാം. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. കാരണം നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, ആ ഓർഡർ നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്ത് 136 വരെ, അതിൽ ക്വാളിറ്റി ഇഷ്യൂ വരില്ലേ? നമ്മൾ ആകെ അവരോട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ, നമ്മൾ ഈ ചിത്രം വരയ്ക്കാൻ പഠിച്ച് 1 വർഷം കൊണ്ടോ 1 മാസം കൊണ്ടോ 1 ദിവസം കൊണ്ടോ അവർക്ക് പഠിക്കാം. പക്ഷെ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് തിരിച്ചെടുക്കുള്ളൂ, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്യും. അപ്പൊ അവരുടെ സമയം പോയി, നിങ്ങളുടെ മെറ്റീരിയലും പോയി, നമ്മുടെ മെറ്റീരിയലും പോയി. ഓക്കെ, ആ റിസ്ക് ഇവിടെ ഉണ്ട്. പക്ഷെ എന്നാലും താങ്കൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അത്രേ ഉള്ളൂ. കാരണം ഒരു കസ്റ്റമറിന് കൊടുക്കേണ്ട സാധനമാണ്, തീർച്ചയായിട്ടും അത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടെടുക്കും. പക്ഷെ ഒരാഴ്ച പ്രോപ്പറായിട്ട് 10 ഡ്രോയിങ് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന അടുത്ത പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവും. അത്രയ്ക്കും സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കിറ്റ് കൊടുക്കുന്നത്. അതും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വെരി ഗുഡ്. സനു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആശയമാണ്. താങ്കൾക്ക് ഇതിലൂടെ റെക്കഗ്നീഷൻസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു ആർട്ടിന് ആൾക്കാരുടെ മുന്നിൽ എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിസിബിലിറ്റി ഉണ്ടാവണമല്ലോ. അതെ. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. നോർമലി എൻ്റെ പേരിൽ 2 വേൾഡ് റെക്കോർഡുണ്ട്. ഓക്കെ. അതാണ് വേൾഡ് ലാർജസ്റ്റ് ലോഗോ യൂസിങ് സാൻഡോൺ ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു ലോഗോയും ഒരു റെക്കോർഡും, വേൾഡ് ലാർജസ്റ്റ് ലാസ്റ്റ് സപ്പർ തിരുവത്താഴത്തിന്റെ ചിത്രം നാച്ചുറൽ സാൻഡ് കൊണ്ട് ക്യാൻവാസിന് ചെയ്തിരിക്കുന്ന റെക്കോർഡും എൻ്റെ പേരിലുള്ള. വെരി ഗുഡ്. കൂടാതെ താങ്കൾക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, പല വലിയ ആൾക്കാരുടെയും ഈ സാൻഡ് ആർട്ടുകളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെ, അതൊരു പ്രൊമോഷൻ ഭാഗമായിട്ട് ഞാനത് ചെയ്യാറില്ല. കാരണം ഒരു ആർട്ടിസ്റ്റുമാർ ആദ്യം ചെയ്യുന്നത് നമ്മളൊരു പബ്ലിക് ഫിഗറിന് നേരിട്ട് കൊണ്ട് ചിത്രം കൊടുക്കുക, അതിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്തത് ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രൊഡക്റ്റ് കണ്ട് ക്വാളിറ്റി കണ്ടിട്ട് ആൾക്കാർ, ഇപ്പം രാഹുൽ ദ്രാവിഡിന് കൊടുത്തിട്ടുണ്ട്, CJ റോയ് സാറിന് കൊടുത്തിട്ടുണ്ട്, ഹംഗേറിയൻ പ്രൈം മിനിസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മിനിസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ മിനിസ്റ്ററിലുള്ള ഒരു 17ഓളം പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് പേയ്മെന്റ് തന്നെ എന്നെ കൊണ്ട് വരപ്പിച്ചു കൊടുക്കണം. ഫ്രീ ആയിട്ട് എനിക്ക് ആയിരക്കണക്കിന് ആൾക്കാർക്ക് കൊടുക്കാം. പക്ഷെ നമ്മുടെ ഒരു വർക്ക് ഇഷ്ടപ്പെട്ട് നമ്മളെ കൊണ്ട് ചെയ്യിച്ചു കൊടുക്കുമ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാവുന്നത്. അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. താങ്കൾക്ക് ഞാനും നമ്മുടെ ഈഗിൾ ആനുവൽ മീറ്റായ ബെസ്കോണിൽ UAE വെച്ച് താങ്കൾക്ക് ഞാനൊരു റെക്കഗ്നീഷൻ തന്നിട്ടുണ്ട്, ബെസ്റ്റ് CEO അവാർഡ് എന്നുള്ള ഇതിൽ. കാരണം താങ്കളെടുത്ത ഈ ഇനീഷ്യേറ്റീവിന് 136 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലാണ് ആ അവാർഡ് താങ്കൾക്ക് ലഭിച്ചത് UAE. ഭാവി സ്വപ്നം എന്താ സാർ? ഭാവി സ്വപ്നം, ഈ ഒരു റിസോഴ്സസ് നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടല്ലോ, ഇതിനെ ഇത്രയും ആൾക്കാരും ഉണ്ട് വർക്ക് ചെയ്യാനായിട്ട്. ഇതൊരു 1000 പേരിൽ 1000 കുടുംബങ്ങളിലേക്കെങ്കിലും നമുക്ക് ഈ ഒരു വർക്ക് എത്തിക്കുക, അവരുടെ ഒരു വരുമാന മാർഗമാക്കുക. ഈ ഒരു പ്രോഡക്റ്റിനെ ഞാനിപ്പോൾ 5 രാജ്യങ്ങളിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അത് ഒരു 50 രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് UAE എന്നൊരു വെണ്ടറെ കിട്ടി ഈ ഓണം പ്രമാണിച്ചിട്ട്. അത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ചൈനയിൽ നിന്നൊക്കെ സാധനം ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വെറുതെ കൊണ്ടുപോയി വിൽക്കുന്നതിന് പകരം 1000 കുടുംബം നമ്മുടെ ഇവിടെ ഇരുന്ന് നല്ല ഭംഗിയുള്ള സാൻഡ് ആർട്ട് നമുക്ക് ലോക വിപണിയിലോട്ട് വിൽക്കാനാവും. അതെ, അതിന് ഒരു ബ്രാൻഡ് അംബാസിഡറാണ് സനു മോഹൻ. അതെ, നിങ്ങൾ കേട്ടു, സനു മോഹൻ. അദ്ദേഹം ഒരു സാൻഡ് ആർട്ടിസ്റ്റ് മാത്രമല്ല, അത് വെച്ച് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരാളായി തീർന്നിരിക്കുകയാണ്. പലപ്പോഴും ഒരു കല നമ്മളിൽ ഒതുങ്ങി പോകുന്നു, നമ്മൾ വളരെ പൊസസീവ് ആവും. വേറെ ആരെയും പഠിപ്പിക്കരുതെന്ന് വിചാരിക്കുന്ന സ്ഥലത്താണ് ഈ ചെറുപ്പക്കാരൻ. അത് മറ്റുള്ളവരും പഠിക്കട്ടെ, അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അതിലൂടെ അവർക്കൊരു വരുമാന മാർഗം ആവട്ടെ എന്ന് ചിന്തിക്കുന്നത്. അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഒരു മടിയില്ല. അദ്ദേഹത്തിന് എനിക്ക് വളരെ അടുത്തറിയാവുന്നതാണ്. എൻ്റെ കമ്മ്യൂണിറ്റി, ഈഗിൾ കമ്മ്യൂണിറ്റിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ളതും പലരും അദ്ദേഹത്തിന് ഞാൻ തന്നെ റെഫർ ചെയ്ത് ബിസിനസ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആശയം വലുതാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചൈന അടക്കം പല സ്ഥലത്തു നിന്നും ഇത്തരം ഗിഫ്റ്റുകൾ, ആർട്ടുകൾ ഒക്കെ നമ്മൾ ഒരു കാര്യമില്ലാണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനൊരു ഹ്യൂമൻ ടച്ച് ഉണ്ടോ, ഇത് ആരുണ്ടാക്കിയതാണോ ഒന്നും അറിയില്ല, അത് വെറുതെ തൂക്കിയിടുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കല നമുക്ക് വേണേൽ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലേ? ലോക വിപണിയിൽ സാൻഡ് ആർട്ടിസ്റ്റ്, അതായത് സാൻഡ് ആർട്ടിന് ഒരു ഫോക്കസ് കേരളയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ലേ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സോ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. താങ്കളൊരു വളരെ ചെറിയ രീതിയിൽ, ഞാൻ ഈഗിളിലൊക്കെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. താങ്കളിന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിരവധി പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് വളരെയാണ്. ഇത്തരം നല്ല സംരംഭകരാണ് നമ്മുടെ നാട്ടിൽ ആവശ്യം.
അപ്പോൾ ഇനി താങ്കൾ കണ്ട സ്വപ്നങ്ങൾ പൂവണിയിട്ട് 1000 പേർക്ക് 50 രാജ്യത്തിലേക്ക് തന്നെ എത്തട്ടെ എന്ന് എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ നല്ല പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും.